നമസ്കാരം. നാളെ 2025 മാർച്ച് 13 വ്യാഴാഴ്ച പൂരം നക്ഷത്രമാണ് നാളത്തെ ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ നല്ലപോലെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറെ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതും 9 ഭാഗ്യശാലികളായ നക്ഷത്രക്കാർക്കാണ് നാളത്തെ ദിവസം മുതൽ ഏറ്റവും ഭാഗ്യം അധികരിച്ച് വരാൻ പോകുന്നത്. നാളത്തെ ദിവസത്തോടു കൂടി ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും നീങ്ങി ജീവിതം ഗതിപിടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന, ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങൾക്കും ഒരു അറുതിയാകുന്ന, അല്ലെങ്കിൽ ഒരു പരിധി വരെ മാറ്റമുണ്ടാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ചില നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം മുതൽ കണ്ണീരൊപ്പാൻ ഭഗവാൻ കരുതി വയ്ക്കുന്ന ഒരു ദിനം കൂടിയാണ് നാളത്തെ ദിനം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാവുന്നതാണ്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. അതിപരാശക്തിയായ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹവും ചൈതന്യവും നിങ്ങൾ ഏവർക്കും എത്തട്ടെ. നമ്മുടെ ഈ ലോകത്തിന് മുഴുവൻ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം 9 നക്ഷത്രക്കാർക്ക് കൂടി ഏറ്റവും പ്രിയമേറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ദിനങ്ങളാണ്. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുന്നതാണ്, നേട്ടമുണ്ടാകുന്നതാണ്, ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്, ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നതാണ്, കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഒക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ്, ശാരീരിക സൗഖ്യം ഉണ്ടാകുന്നതാണ്, മാനസിക സൗഖ്യം ഉണ്ടാകുന്നതാണ്, സമാധാനം വന്ന് ഭവിക്കുന്നതുമാണ്. പ്രതിസന്ധികളൊക്കെയും അകലുന്നത് കൂടിയാണ്. അപ്പോൾ ആറ്റുകാൽ അമ്മയുടെ സുദിനം കൂടിയാണ്, ആ തിരുദിനം കൂടിയാണ് നാളത്തെ ദിവസം. എല്ലാ ഭക്തർക്കും അമ്മയുടെ അഭീഷ്ടവരദായിനിയായ അമ്മയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്ന ദിവസമാണ്. ഏവരും അമ്മയെ ആരാധിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങേണ്ടതുമാണ്. ഈ പറയുന്ന 9 നക്ഷത്രക്കാർ നാളത്തെ ദിവസം അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ ഒന്ന് പോയി ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ദർശനം നടത്തി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. ലഭിക്കാൻ പോകുന്നത് നാളത്തെ ദിനം മുതൽ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായ ഭാഗ്യം നിങ്ങളിലൊരു കോട്ടവും തട്ടാതെ എത്തിച്ചേരണം. പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു തരാം. അതൊക്കെ നിങ്ങളിലേക്ക് ഒരു കുറവും കൂടാതെ എത്തണമേ എന്ന് മനമൊരുക്കി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. വഴിപാടുകൾ കൂടി സമർപ്പിച്ച് ആ തിരുനടയിൽ നിന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കേണ്ടതാണ്. സമൃദ്ധി, ഐശ്വര്യം, നേട്ടം, ഭഗവാന്റെ ഒരു പ്രീതി ഒക്കെയും നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് നാളത്തെ ദിനം മുതൽ. 9 നക്ഷത്രക്കാരിലേക്ക് വളരെ നേട്ടം. അതിലുപരി നാളത്തെ ദിവസം വളരെയേറെ മഹാത്മ്യമുള്ള ദിനം കൂടിയാണ്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം കൂടിയാണ് ഈ ഭക്തരിലേക്ക് എല്ലാം എത്താൻ പോകുന്നത്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം 9 നക്ഷത്രക്കാരിലേക്ക് മാത്രം എത്തുമ്പോൾ നാളെ ആറ്റുകാൽ അമ്മയുടെ ആ ചൈതന്യ സ്വരൂപിണിയുടെ അനുഗ്രഹം നമ്മൾ ഏവർക്കും വാരി വിതറാൻ പോകുന്ന ഒരു ദിനം കൂടിയാണ് അമ്മ. അപ്പോൾ ഏവരും മനമുരുകി മുട്ടുകുത്തി അമ്മയെ പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം പൊങ്കാലയിടാൻ സാധിക്കാത്ത ആളുകൾ ഭവനത്തിൽ ഇരുന്ന് മനസ്സുരുകി അമ്മയൊന്ന് വിളിച്ചാൽ മതി. അമ്മയുടെ അനുഗ്രഹ വർഷം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ ദുഃഖങ്ങളെ, ദുരിതങ്ങളെ, പ്രയാസങ്ങളെ, വേദനകളെ, ആവലാദികളെ ഒക്കെയും അമ്മ ദൂരേക്ക് മാറ്റുന്നതായിരിക്കും. വളരെയധികം ഭാഗ്യമാണ് നാളത്തെ ദിവസം മുതൽ, നാളത്തെ സൂര്യോദയം മുതൽ ഉണ്ടാകാൻ പോകുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആറ്റുകാല അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. നാളെ ഏവരും ആറ്റുകാലിലേക്ക് പോവുകയാവും. അപ്പോൾ പോകാൻ സാധിക്കാത്ത ആളുകൾ ഭവനത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായ കാര്യമാണ്. ആറ്റുകാൽ അമ്മയെ മനസ്സിൽ സ്മരിച്ച് ഭവനത്തിൽ തന്നെ ഇരുന്ന് പൊങ്കാലയിടുന്നതും ശ്രേഷ്ഠമായ ഫലത്തെ തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നാളെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം കൂടി നടത്താൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും സുഹൃതമായി തന്നെ മാറുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ നീങ്ങി ഇനി രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി നൽകുന്നത്. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്, കടങ്ങൾ തീരുന്നതാണ്. പ്രതീക്ഷകളോട് വാനോളം, ആ പ്രതീക്ഷകൾക്കൊപ്പം നിങ്ങൾക്കും ഉയരാൻ സാധിക്കും. പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതിനനുസരിച്ച് ഉയരാൻ കഴിയണമെന്ന് ഇല്ല. പ്രതീക്ഷ സ്വപ്നമില്ലാത്ത മനുഷ്യരില്ല. സ്വപ്നങ്ങളല്ലേ മനുഷ്യരെ മുന്നോട്ട് നയിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി. ഇവിടെ അതൊക്കെ ഉണ്ടെങ്കിലും ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നൊരു വിഷമം കൂടിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. ആ വിഷമങ്ങൾക്ക് ഒരറുതി ഉണ്ടാകാൻ പോവുകയാണ്. നാളത്തെ ദിനം മുതൽ ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ. എല്ലാവിധ ദുഃഖങ്ങളും നാളത്തെ ദിനം മുതൽ ഒഴിഞ്ഞു പോകും. ഇനി സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ കളിയാടുന്നതാണ്. അപ്പോൾ ആ 9 ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെയും പടിയായി
ഒറ്റ നിമിഷം കൊണ്ടെന്നല്ല, പതുക്കെ മാറാൻ തുടങ്ങുന്ന സമയമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഈ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളാണ്. അത് കുടുംബത്തിലൊരു സമാധാനമില്ലാത്ത അവസ്ഥ, ആരുടെയും മുന്നിൽ ഇറങ്ങി ചെല്ലാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ആകെ ഒരു മടി പിടിച്ചൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി മാറാൻ പോവുകയാണ്. അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നാളത്തെ ദിവസം കഴിയുമെങ്കിൽ ചെയ്യുക. അതല്ലെങ്കിൽ എല്ലാ മാസവും ശിവക്ഷേത്ര ദർശനം നടത്തണം. കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനവും നടത്തി ഒരു ഗണപതി ഹോമം, അത് നിങ്ങളുടെ അശ്വ നക്ഷത്രം വരുന്ന മാസത്തിൽ അശ്വ നക്ഷത്രം വരുന്ന ദിവസം ചെയ്താൽ മതി. അന്ന് ശിവക്ഷേത്ര ദർശനവും നടത്തണം. കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം ചെയ്യുന്നതും, അതേപോലെ ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് നടയിൽ ഉടയ്ക്കുന്നതുമൊക്കെ ഉത്തമമായ ഫലങ്ങളെ തരും. നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെയൊക്കെ ഭഗവാന്മാർ, നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റി നേട്ടം നമ്മളിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. കുങ്കുമാർച്ചന കൂടി നിങ്ങൾ നടത്തേണ്ടതാണ്. അപ്പോൾ മഹാദേവനെയും കണ്ട് ഗണപതി ഭഗവാനെയും വണങ്ങി ദേവിക്ക് കുങ്കുമാർച്ചനയും കൂടി നടത്തുക. എല്ലാ മാസവും ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം തന്നെയായിരിക്കും. നിങ്ങൾക്കതിൻ്റെ മാറ്റം ദർശിക്കാൻ സാധിക്കുന്നതാണ്. രക്ഷപ്പെടാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യങ്ങളില്ല. ക്ലേശങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഈ നാളെ മുതൽ മാറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തിൽ അല്പം പിന്നോട്ടായിരുന്ന അവസ്ഥയുണ്ട്, നാളെ മുതൽ അതിന് മാറ്റമുണ്ടാകുന്നതാണ്. ബുദ്ധിമുട്ടുകൾ അവസാനിക്കുന്നതാണ്. കുടുംബത്തിൽ നാളെ മുതൽ ഒരു നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ്. ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ, അതും പടിപടിയായി നേടിയെടുക്കാൻ, ഒറ്റ നിമിഷം കൊണ്ടെന്നല്ല പറയുന്നത്, പടിപടിയായി നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മാസവും ഗണപതി ക്ഷേത്ര ദർശനം, ഇത് വീണ്ടും പറയുകയാണ്, മുടക്കേണ്ട ഗണപതി ക്ഷേത്ര ദർശനം നടക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ, നമ്മൾ ഇൻ്റർവ്യൂ, ഇപ്പോൾ എക്സാം തുടങ്ങുന്ന സമയമാണ്, എക്സാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രധാന ഒരു പെണ്ണ് കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ കൂട്ടർ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെയും ഗണപതി ക്ഷേത്ര ദർശനം രാവിലെ പോയി, അത് രാവിലെ ചെന്ന് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കറുകമാലയൊക്കെ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച് ഒരു നാളികേരമൊക്കെ ആ നടയിൽ ഉടച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഞാൻ ക്ഷേത്രത്തിലൊന്നും പോകില്ല, എൻ്റെ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിരുന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഭാഗ്യജാതകമാണെങ്കിൽ പോലും ആ ഭാഗ്യം അനുഭവിക്കണമെങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതായത് ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ മതിയാവൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ക്ഷേത്ര ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി. ലഭിക്കേണ്ട ഭാഗ്യങ്ങളൊക്കെയും ഒരു കോട്ടവും തട്ടാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. നിങ്ങൾ എല്ലാ മാസവും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതും നവഗ്രഹ പൂജയും നവഗ്രഹ ക്ഷേത്ര ദർശനം ഒക്കെ നടത്തേണ്ടത് ഉത്തമമാണ്. എല്ലാ പ്രശ്നങ്ങളും നീങ്ങുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നല്ല സമയം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നത് ഇരട്ടി ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് കൂടിയായിരിക്കും. ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം. വലിയ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, സ്വന്തമായി അല്പം ഭൂമി വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം, നേട്ടങ്ങൾ ഉണ്ടാക്കണം, 10 കാശുണ്ടാക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, നാട്ടിൽ പേരുടെ മുൻപിൽ അഭിമാനത്തോടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഏത് കാര്യത്തിനും ഇറങ്ങി തിരിക്കുമ്പോൾ വിഘ്നങ്ങൾ ഉണ്ടാവുകയാണ്, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആദ്യം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന എനർജി പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല. വേണ്ട, മടി പിടിച്ച് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ആ അവസ്ഥ മാറണമെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി നാളികേരം ഉടച്ചാൽ മാത്രം മതിയാകും. അതും നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ഒന്ന് ചെയ്തു നോക്കേ. കുറച്ച് നാൾ, അങ്ങനെ 1-2 മാസം അല്ലെങ്കിൽ 2-3 മാസങ്ങളൊന്ന് ചെയ്തു നോക്കും. ആദ്യത്തെ മാസം തന്നെ ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ ദർശിക്കാൻ സാധിക്കും. മൂന്നാമതൊരാളെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഒരു മാറ്റം ഉണ്ടാകും. ഒന്ന് ചെയ്തു നോക്കൂ. ആ വിഘ്നങ്ങൾ, ആ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ, ആ പഠിത്തത്തിനുണ്ടായ ഒരു മന്ദത, അല്ലെങ്കിൽ പഠിക്കേണ്ട എന്നുള്ള ആ തോന്നൽ, ഇതൊക്കെയും നിങ്ങളിൽ നിന്ന് മാറുന്നതായിരിക്കും. രോഹിണിയാണ് അടുത്ത നക്ഷത്രം. സമൃദ്ധിയുടെ സമയമാണ്, സന്തോഷത്തിൻ്റെ സമയമാണ്. നാളെ മുതൽ ദുരിതങ്ങൾ നീങ്ങും, രക്ഷപ്പെടും, പ്രയാസങ്ങൾ അകലും, ഭാഗ്യാനുഭവമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. നാളെ മുതൽ ദേവീക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നിങ്ങളത് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ നക്ഷത്രം വരുന്ന എല്ലാ മാസവും കുങ്കുമാർച്ചന ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. അടിക്കടിയുള്ള അലർജി, അങ്ങനെയുള്ള ചില അസുഖങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റമുണ്ടാകുന്നതാണ്. തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അസുഖങ്ങളൊക്കെ വരുന്ന ആളുകളും ഉണ്ടാകും. അത് സ്ഥായിയായ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അസുഖവും ഇല്ലാത്തൊരവസ്ഥ. മനസ്സിൻ്റെ തന്നെ ഓരോ ചിന്തകൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത് ജോലിയില്ല, വിഷമങ്ങൾ വരുമ്പോൾ മാനസികം ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്ന ഒരു പ്രകൃതം കൂടി രോഹിണി നക്ഷത്രക്കാർക്ക്
ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിനൊക്കെ മാറ്റമുണ്ടാകുന്നതായിരിക്കും ദേവീക്ഷേത്ര ദർശനം നടത്തുക. മനസ്സിലെ ഒരു ആഗ്രഹം അമ്മയോട് പറയുക, അമ്മേ ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്കൊരു മാറ്റം ഉണ്ടാക്കി തരണം, ഒരു മൂക്കൂത്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം വാങ്ങിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ചെയ്തേക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുക. ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. നമ്മൾക്കിടെ കൊക്കിൽ ഒതുങ്ങുന്നതിന് നമുക്ക് കൊത്താൻ പറ്റും, വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അമ്മയ്ക്ക് എനിക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുക. മാറ്റമുണ്ടാകുമെന്നതിൽ സംശയമില്ല. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. നിങ്ങളും ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. കൂടാതെ പാർവതി ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരം കൂടി ഒന്ന് സമർപ്പിക്കേണ്ടതാണ്. മഹാദേവനെയും കാണും, പാർവതി മാതാവിനെയും കണ്ട് അനുഗ്രഹം വാങ്ങിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേട്ടമാണ്, ഐശ്വര്യമാണ്, ഭാഗ്യമാണ്. അപ്പോൾ അത് പൂർണ്ണ തോതിൽ ആ ഭാഗ്യമൊക്കെ അനുഭവിക്കാനുള്ള യോഗം, അതിന് തടസ്സം വരാതിരിക്കാനാണ് ശിവക്ഷേത്ര ദർശനവും പാർവതി മാതാവിന് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല കൂടി സമർപ്പിക്കണമെന്ന് പറയുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടെയുള്ള ഈ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ട്. കയ്യിൽ ധനമുണ്ടോ എന്ന് ചോദിച്ചാൽ ധനമുണ്ട്, പക്ഷെ പെട്ടെന്നൊരു കാര്യത്തിന് എടുക്കുമ്പോൾ കയ്യിലേക്ക് ധനമില്ലാത്ത അവസ്ഥ, അതൊക്കെ ഒന്ന് മാറുന്നതിന് സർപ്പക്കാവിൽ എന്തെങ്കിലും നേർച്ച പറഞ്ഞിട്ട് ചെയ്യാതെ കിടപ്പുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കി ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുക. കൂടാതെ ആ നക്ഷത്രം വരുന്ന സമയത്ത് പുള്ളുവൻ പാട്ടൊക്കെ നടത്തിക്കുകയാണെങ്കിൽ കീർത്തി ഉണ്ടാകും. കുടുംബത്തിനെ ബാധിച്ചിരിക്കുന്ന ആ ഒരു കെട്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധനം, ആ ഒരു മുട്ട്, ഇതൊക്കെ മാറുന്നതിന് സഹായമാണ്. ജീവിതത്തിൽ ദുരിതവും ദുഃഖവും ഒക്കെ മാറുന്ന അടുത്ത നക്ഷത്രം ചോതിയാണ്. നാളെ മുതൽ ഒരു നേട്ടത്തിൻ്റെ സമയമാണ്, ഭാഗ്യത്തിൻ്റെ സമയമാണ്. 21 ദിവസത്തിനകം വളരെ വലിയൊരു മാറ്റം കൂടി ചോതി നക്ഷത്രക്കാരെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം നടത്തേണ്ടതാണ്. വഴിപാട് കഴിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതാണ്. കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തണം. മാസത്തിൽ ഒരു തവണ മഹാമൃത്യുഞ്ജയ ഹോമം കൂടി ഒന്ന് നടത്താൻ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാകും എന്നതിൽ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഈ തടസ്സങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു ഉൾവലിച്ചിൽ, ഇതൊക്കെയും മാറുന്നതിന് ഈ വഴിപാടുകൾ, ഈ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രമാണ് അടുത്തത്. ധനം വന്നു ചേരുന്ന സമയമാണ്. ദുരിതങ്ങൾ ഒഴിയുന്നതാണ്. ഭാഗ്യാനുഭവം തുടങ്ങിയിരിക്കുകയാണ്. ധനം വന്നു ചേരുമ്പോൾ ചില ആളുകൾ സുഹൃത്തുക്കളാണെന്ന പേരിൽ വ്യാജേനയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭാഗ്യം വരുമ്പോൾ, ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് ആളുകൾ കാണും. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഇരുന്ന് വ്യസനിക്കാനോ ആ കണ്ണീരൊപ്പാനോ ആരും കാണില്ല. അപ്പോൾ നിങ്ങൾ പിന്നിട്ട് വന്ന സമയങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. ആരുണ്ടായിരുന്നു, ആര് സഹായിച്ചു എന്നൊക്കെ അവരുടെ മുഖങ്ങൾ മാത്രം ചിന്തിക്കുക. അപ്പോൾ അടുത്ത് കൂടുന്ന ആളുകളെ മനസ്സിലാക്കുക. കാരണം ധാരാളം ധനം, ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന അവസരമാകുമ്പോൾ കൂടെ ചിരിക്കാനും കാര്യം പറയാനും തമാശ പറയാൻ ധാരാളം ആളുകൾ വന്നേക്കും. അതിൽ ശരിയും തെറ്റും നിങ്ങൾ തിരിച്ചറിയുക. അടുത്ത് അയ്യപ്പ ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തി വഴിപാടുകൾ കൂടി സമർപ്പിച്ച് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. ഉത്രട്ടാതിയാണ് അടുത്ത നക്ഷത്രം. ഭാഗ്യസമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരു വർധനവായി ഉണ്ടാകുന്നതാണ്. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇതൊക്കെയും ഉണ്ടായിരുന്നു. ശാരീരിക വേദകൾ ഇതൊക്കെയും മാറുന്ന സമയമാണ്. നേട്ടമാണ്, ഐശ്വര്യമാണ്. നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾക്ക് ശക്തിക്കൊത്ത വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഫലങ്ങൾ ഏറെ ഗുണകരമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. രേവതി നക്ഷത്രമാണ് അടുത്തത്. ഭാഗ്യമാണ്. തൊഴിൽ കൊണ്ട് നേട്ടം, കീർത്തി, അഭിവൃദ്ധി ഒക്കെ ഉണ്ട്. തൊഴിൽ സ്ഥലത്ത് ചില ആളുകൾ ചതിക്കാനൊക്കെയുള്ള തന്ത്രങ്ങൾ മെനയുന്നവരുണ്ടാകും. അപ്പോൾ മനസ്സിലാക്കുക, അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനൊന്ന് ശ്രമിക്കണം. ഐശ്വര്യമുണ്ടാകും. പരാജയപ്പെടുത്താൻ കൂടെ തന്നെ ആളുകൾ നിൽപ്പുണ്ട് എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഭാഗ്യം കൂടി 2025 കാണുന്നുണ്ട്. വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ല സമയമാണ്. യോഗം കൂടി തെളിഞ്ഞിട്ടുണ്ട്. ഭാഗ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി തെളിയുമ്പോഴേ ഇത് അനുഭവത്തിൽ വരികയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യവും യോഗവും ഒക്കെ യോഗം കൂടി അനുകൂലത്തിലായിരിക്കുന്ന സമയമാണ്. ധൈര്യമായി ഈ നക്ഷത്രക്കാർ നാളെ മുതൽ മുന്നോട്ട് പോയിക്കൊള്ളുക. പ്രവൃത്തികളിലൊക്കെ മുഴുകുക. അപ്പോഴും പ്രാർത്ഥന, വഴിപാടുകൾ ഇതൊന്നും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.